ഭാഗവതം വിസ്തരിക്കുന്നത്. അതിലൊരു ഭാഗമാണ്
നാരദ മഹർഷിയും വസുദേവരും തമ്മിലുള്ള സംവാദം. വസുദേവരുടെ ഗൃഹത്തിലേക്ക് നാരദ മഹർഷി ആഗതനാകുന്നു. അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ വസുദേവർ നൽകുന്നു. അതിനുശേഷം വിശ്രമമെല്ലാം കഴിഞ്ഞ് ശാന്തനായിരിക്കുന്ന നാരദ മഹർഷിയോട് വസുദേവർ ചോദിക്കുകയാണ്, ഭാഗവത ധർമാൻ, അല്ലയോ നാരദ മഹർഷി, അങ്ങ് എനിക്ക് ഭാഗവത ധർമ്മത്തിനെ പറഞ്ഞു നൽകിയാലും. കാരണം എനിക്ക് മുജ്ജന്മങ്ങളിലെല്ലാം ഞാൻ നല്ല പുത്രൻ വേണം, നല്ല സൗഭാഗ്യങ്ങൾ വേണമെന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അതെല്ലാം എനിക്ക് കിട്ടി. ഇനി എനിക്ക് സുഖമാണ്, ആനന്ദമാണ് വേണ്ടത്. അതിനായിട്ട് ഭാഗവത ധർമ്മത്തിനെ അല്ലയോ മഹർഷി അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞ് നാരദരടുത്ത് ശരണാഗതനാവുകയാണ്, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയാണ്. അപ്പം നാരദ മഹർഷി, ഞാൻ പറഞ്ഞു നൽകുന്നതിലും നല്ലത് ഒരു കഥയിലൂടെ അങ്ങ് ഇത് മനസ്സിലാക്കുന്നതാണ്. കാരണം വളരെ മുമ്പ് നിമിരാജൻ നവയോഗികളോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഭാഗവത ധർമ്മം എന്ന്. അതുകൊണ്ട് അങ്ങല്ല പുതിയതായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്, ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. അതിന് ഉത്തരം മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്. ആ കഥ അങ്ങേക്ക് ഞാൻ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറയുകയായിരുന്നു. അങ്ങനെ നമ്മൾ നിമിരാജനും നവയോഗികളിലേക്കും എത്തി. നവയോഗികൾ ആരാണ് എന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. 100 പുത്രന്മാരുണ്ടായിരുന്നു. ആർക്കാണ്? ഋഷഭന്. അതിന് ഏറ്റവും ശ്രേഷ്ഠനായ പുത്രൻ, മറന്നുപോയ കഥാപാത്രങ്ങൾ ഒരാഴ്ച കൊണ്ട് എല്ലാവരും മറന്നുപോയി. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായ പുത്രൻ ഭരതനായിരുന്നു. അതിനുശേഷം 81 പുത്രന്മാര് കർമ്മയോഗികൾ. അവര് സത്രങ്ങളും യാഗങ്ങളും അങ്ങനെയുള്ള കർമ്മങ്ങൾ, എന്താണോ വേദത്തിൽ പ്രധാനമായി നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന യോഗികളായിരുന്നു 81 പേര്. ബാക്കി 9 പേര് 9 ദ്വീപുകളുടെ രാജാക്കന്മാരായിരുന്നു. നമ്മൾ കണ്ട് നവദ്വീപേ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള 9 പേരാണ് നവയോഗികൾ. അങ്ങനെ ഈ നവയോഗികൾ ഒരിക്കല് എദൃശ്യ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, 24ാമത്തെ ശ്ലോകത്തില് നിമിരാജൻ സത്രം നടത്തുന്നു, യാഗം നടത്തുന്നു. ആ യാഗഭൂമിയിലേക്ക് യാദർശികമായിട്ട്, ക്ഷണിക്കപ്പെടാതെ അവരങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഒരു സത്രം നടക്കുന്നത് കണ്ടു. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പുരാണ സീരിയലിലൊക്കെ, ഇങ്ങനെ സത്രം നടക്കുന്നു. അതിലേക്ക് യാദർശികമായിട്ട് ഈ നവയോഗികളും എത്തിപ്പെടുന്നു. അവിടെ വരെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എന്നിട്ട് അവരുടെ വർണ്ണനയാണ്, നവയോഗികളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. 25ാമത്തെ ശ്ലോകത്തില് വസുദേവരോട് നാരദ മഹർഷി നവയോഗികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. 9 യോഗികളും എങ്ങനെയുള്ളവരായിരുന്നു? സൂര്യസംകാശാൻ, സൂര്യനെ പോലെ. അത് സൂര്യനോട് ഉപമിക്കുകയല്ല, കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശോഭയുള്ളത്, പ്രകാശമുള്ളത് സൂര്യദേവനായതുകൊണ്ട്. അതിലും അപ്പുറത്താണ് മഹാത്മാക്കളുടെ സൗന്ദര്യം, പ്രകാശമെന്ന്. കാരണം അവർ ജ്ഞാനസ്വരൂപികളാണ്. സൂര്യനോട് ഉപമിച്ചു. അത്രയും തേജസ്സുകളാണ് ഈ നവയോഗികളും. ആ നവയോഗികൾ വന്നപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന യജമാനൻ, പിന്നെ ദേവതകള്, അഗ്നി, ഇന്ദ്രൻ മുതലായ ദേവതകൾ ഉണ്ടായിരുന്നു. പിന്നെ യജമാനൻ എന്ന് വെച്ചാൽ സത്രം നടത്തുന്നയാള്. ആര്? നിമിരാജൻ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. നിമിരാജനാണ് സത്രം നടത്തുന്നത്. ആ സത്രം നടത്തുന്ന ആളാണ്. ആരാണോ കർമ്മം ചെയ്യുന്നത്, അല്ലെ കർമ്മം എന്ന് വെച്ചാൽ യാഗങ്ങള്, ഹോമങ്ങളൊക്കെ ചെയ്യുന്നത്, അവരെയാണ് യജമാനൻ എന്ന് വിളിക്കുന്നത്. അവര് പിന്നെ അഗ്നിദേവതകള്, പിന്നെ വിപ്രാഹ സർവ ഏവോപതസ്ഥിരേ, സർവരും, അതായത് ആ രാജ്യത്തുള്ളവര്. വിപ്രാഹ എന്ന് വെച്ചാൽ മഹർഷിമാര്, ഈ ഹൃദ്ദിക്കുകൾ, യാഗം നടത്തുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? ഏവ ഉപസ്ഥിരേ, എല്ലാവരും ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രകാശം കണ്ടപ്പോൾ അവര് എഴുന്നേറ്റു. അവിടെ വരെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ച. ഇനി നമ്മൾ 26ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം.
വിദേഹഃ താൻ അഭിപ്രേത്യ നാരായണ പരായണൻ പരായണാൻ നാരായണ പരായണാൻ പ്രീതഃ സംപൂജയാൻ ചക്രേ ആസനസ്ഥാൻ യഥാർഹതഃ. ഒരുമിച്ച് ചൊല്ലാൻ 2 തവണ. വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണ പരായണാൻ പ്രീതഃ സംപൂജയാൻ ചക്രേ ആസനസ്ഥാൻ യഥാർഹതഃ. വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണ പരായണാൻ പ്രീതഃ സംപൂജയാൻ ചക്രേ ആസനസ്ഥാൻ യഥാർഹതഃ. വിദേഹഃ. ആരാണ് വിദേഹൻ? നിമിരാജൻ. നിമിരാജന്റെ തന്നെ ഒരുപാട് പേരുകൾ നമ്മൾ കണ്ട്, പര്യായങ്ങള്. ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഉപനിഷത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് പല പല പര്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വിദേഹർക്ക് നിമിരാജന്റെ തന്നെ പര്യായമാണ് വിദേഹർ. പിന്നെ മറ്റൊരു പേരെന്തായിരുന്നു? ജനകൻ. പിന്നെ അതിനുശേഷം 20 തലമുറയ്ക്ക് ശേഷമാണ് നമ്മൾക്ക് ഏറ്റവും സുപരിചിതനായ ജനക മഹാരാജാവ് രാമായണത്തിൽ പറയുന്നത്. ഇത് ആ വംശപരമ്പരയുടെ പേരാണ് വിദേഹരെന്നും ജനകരെന്നും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് നിമിരാജൻ എന്നത്. ആ നിമിരാജൻ താൻ അഭിപ്രേത്യ അവരെ നോക്കി. അതാണ് താൻ അഭിപ്രേത്യ. അഭിപ്രേത്യ എന്ന് വെച്ചാൽ നോക്കുക. താൻ അഭിപ്രേത്യ എന്ന് വെച്ചാൽ അവരെ നോക്കിക്കൊണ്ട്. ആരെ? 9 നവയോഗികളെ നോക്കിക്കൊണ്ട്. അവരാരാണ്? നാരായണ പരായണാൻ പ്രീതഃ. അവരെ ഇത്രയും പ്രകാശമുള്ളവരാണ് എന്ന് ഭാഗവതം വിശേഷിപ്പിക്കാൻ കാരണം അവര് നാരായണ പരായണരാണ്. അതായത് നാരായണ പാരായണം എന്ന് വെച്ചാൽ ഭഗവാൻ നാരായണൻ മാത്രമാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത്. അല്ലെങ്കിൽ സർവറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് നാരായണനാണ് എന്ന് ദൃഢനിശ്ചയമുള്ളവരാണ് നാരായണ പരായണാൻ. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടേ നമ്മളും നാരായണ പരായണരാണ്. പരായണാൻ എന്ന് വെച്ചാൽ ബഹുവചനം. ഈ 9 പേർക്കും ഒറ്റ ഉറപ്പേ ഉള്ളൂ. അവര് എങ്ങനെയുള്ളവരാണ്? നാരായണ പരായണം. ഭഗവാൻ അല്ലാതെ മറ്റൊരു അയനവും മറ്റൊരു ശരണവും ഞങ്ങൾക്കില്ല. അങ്ങനെയുള്ളവർ. അവരാ സ്വരൂപം തന്നെയാണ്, നാരായണന്റെ സ്വരൂപം തന്നെയാണ് നവയോഗികള്. കാരണം നമ്മൾ കുറച്ച് ശ്ലോകങ്ങൾക്ക് മുമ്പ് അംശഃ എന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. കാരണം ആ അംശം തന്നെയാണ്, ഭഗവാന്റെ തന്നെ അംശമാണ് അവര്. ആ നവയോഗികളെ നോക്കി താൻ അഭിപ്രേത്യ, ഈ നാരായണ പരായണരായിട്ടുള്ള നവയോഗികളെ നോക്കിക്കൊണ്ട് നിമിരാജൻ അവർക്ക് എന്താണ് ചെയ്തത്? പ്രീതഃ സംപൂജയാൻ ചക്രേ. ആദ്യം തന്നെ നിമിരാജൻ അവരെ കണ്ടപ്പോഴേ പ്രീതനായി. അതായത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഭയങ്കര ആനന്ദം നവയോഗികളെ കണ്ടപ്പോഴേ. നമുക്ക് തന്നെ അറിയാം, വളരെ മഹാത്മാക്കൾ ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് എത്രമാത്രം ആനന്ദമാണ്. അപ്പോൾ 9 പേരെ കാണുമ്പോഴുള്ള ആ ആനന്ദത്തിന് പ്രീതഃ എന്ന വാക്കില്, അപ്പൊ ആ വാക്ക് ചെറുതായിട്ട് കാണരുത്. 9 യോഗികളെ കാണുമ്പോൾ എത്രമാത്രം ആനന്ദമാണോ നമ്മൾക്കുണ്ടാകുന്നത്, അതുപോലെ തന്നെ നിമിരാജനും പ്രീതനായി. എന്നിട്ട് സംപൂജയാൻ ചക്രേ, നന്നായിട്ട് നമസ്കരിച്ചു. അതാണ്, അതായത് സാഷ്ടാംഗ പ്രണാമം. അതാണ് സംപൂജനം. പൂജനം എന്ന് വെച്ചാൽ വന്ദനം. സംപൂജനം എന്ന് വെച്ചാൽ നന്നായിട്ട് വരച്ച്, അതായത് നട്ടല് മുഴുവൻ ഇങ്ങനെ വളച്ച് സാഷ്ടാംഗ പ്രണമിച്ചു. അതാണ് സംപൂജയാൻ ചക്രേ, വന്ദിച്ചു എന്ന് പറയുകയാണ് അവിടെ. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു? നിങ്ങൾ മനസ്സിലിങ്ങനെ ഭാവന ചെയ്യുക. നവയോഗികൾ ഇരിക്കുന്നു, അപ്പോൾ അവരെ വന്ദിക്കുന്നു നിമിരാജൻ. കഥാപാത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പം എന്നിട്ട് അതിനുശേഷം എന്ത് കൊടുത്തു? ആസനസ്ഥാൻ യഥ അർഹത. യഥാവിധത്തിൽ ഉള്ള ആസനങ്ങൾ.
അതായത് വേണ്ടാത്തതോ മുഷിഞ്ഞതോ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒന്നുമല്ല, എന്താണോ അവർക്ക് നൽകേണ്ട ഇരിപ്പിടം അത് കൊടുത്തു. കാരണം ആ യോഗികൾ വരുമ്പോൾ രാജാവിൻ്റെ ആ സിംഹാസനത്തിനേക്കാളും മൂല്യമുള്ള ആസനങ്ങൾ അവർക്ക് നൽകി യഥാവിധം അവരെ വന്ദിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം ആ നവയോഗികൾ ആരെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. താൻ രോചമാനാൻ സുരുച ബ്രഹ്മപുത്ര ഉപമാൻ നവ പപ്രച്ഛ പരമപ്രീതഃ പ്രശ്രയവനതോ നൃപഃ. പ്രശ്രയ അവന നൃപഃ. നൃപഃ നൃപഃ എന്ന് വെച്ചാൽ ഇവിടെ നിമിരാജൻ, നൃപൻ, അതായത് രാജാവിനെ അഭിസംബോധന ചെയ്യുകയാണ്. നൃപൻ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിമിരാജൻ. നമുക്ക് ഒരുമിച്ചിട്ടല്ല. താൻ രോചയമാനൻ സുരുചാം ബ്രഹ്മപുത്രോപമാൻ നവ പപ്രച്ഛ പരമപ്രീതഃ പ്രശ്രയാവനതോ നൃപഃ. താൻ രോചയമാൻ സുരുചാ ബ്രഹ്മപുത്രോപമാൻ നവ പപ്രച്ഛ പരമപ്രീതഃ പ്രശ്രയാവനതോ നൃപഃ. താൻ രോചമാനാൻ സുരുച. താൻ എന്ന് വെച്ചാൽ അവരെ. ആരെ? നവയോഗികളെ. അവര് എങ്ങനെയുള്ളവരാണ് എന്ന് പറയുകയാണ്. താൻ രോചയമാനൻ സുരുച ബ്രഹ്മപുത്ര ഉപമാൻ നവ. ഈ 9 പേരും എങ്ങനെയുള്ളവരാണ്? ബ്രഹ്മപുത്രന് സമമാണെന്ന്. അതായത് ചതുർമുഖ ബ്രഹ്മാവിന്റെ പുത്രന്മാർക്ക് സമമാണ് ഈ 9 യോഗികളും. കാരണം അവര് ബ്രഹ്മപുത്രരാണ്. അതുപോലെ തന്നെ ഈ നവയോഗികളും ജനനം കൊണ്ട് ബ്രഹ്മാവിന്റെ മക്കളല്ല എങ്കിൽ കൂടിയും അവരുടെ യോഗസിദ്ധി കൊണ്ടും യോഗബലം കൊണ്ടും ജ്ഞാനനിഷ്ഠ കൊണ്ടും ബ്രഹ്മപുത്രക്ക് സമമാണ് അല്ലെ. ഇപ്പം ബ്രഹ്മപുത്രർ ഒരാളാരാ? നാരദ മഹർഷി അല്ലെ. അതുപോലെ തന്നെ അപ്പൊ നാരദ മഹർഷി പറയാണ്, ഞാൻ പറയാൻ പോകുന്ന കഥ എനിക്ക് സമമുള്ളവരെ കുറിച്ചാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവരാരാണ്? രോചമാനാൻ സ്വരുച. അവർ പ്രസിദ്ധരാണെന്ന്, പോപ്പുലർലി നോൺ എന്നാണ് ഇവിടെ അർത്ഥം. എന്നെ പോലെ തന്നെ അവരും പ്രസിദ്ധരാണ് ഈ നവയോഗികളും എന്ന് പറയുകയാണ്. എന്നിട്ട് എങ്ങനെ അവർ പ്രസിദ്ധരായി? എന്തുകൊണ്ടാണ് ബ്രഹ്മാജിയുടെ പുത്രനല്ലായിട്ടും അവരെ ബ്രഹ്മപുത്രൻ എന്ന് വിളിക്കുന്നത്? അതിന് കാരണം പറയുകയാണ്. രോചമാന സ്വരുച. സ്വരുച എന്ന് വെച്ചാൽ തൻ്റെ തന്നെ മഹിമ കൊണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, നമ്മൾ ബോർഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ ഇന്നതൊക്കെ നിങ്ങൾക്ക് പ്രവചിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന കഴിവുകൾ എനിക്കുണ്ടെന്ന്. നമ്മളുടെ കഴിവ് ലോകം അറിഞ്ഞാൽ പിന്നെ എന്താ? നമ്മൾക്കൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല അല്ലേ. ലോകം തന്നെ അത് പാടിക്കോളും. അപ്പൊ അവരുടെ മഹിമ കൊണ്ട് അവരെ ലോകം അംഗീകരിച്ചവരാണ്. ആരായിട്ട്? ബ്രഹ്മപുത്രരായിട്ട്. അപ്പൊ ഒരിക്കലും ഈ പദവി കിട്ടില്ല. ബ്രഹ്മാജി ഒരിക്കലും തൻ്റെ പുത്രനായി മറ്റുള്ളവരെ കാണില്ല അല്ലേ. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളായിട്ട് വേറൊരാളെ കാണുമോ? ഇല്ല. അപ്പോൾ ബ്രഹ്മപുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ അവര് അത്രയും ശ്രേഷ്ഠരാണ് എന്ന് ഇവിടെ പറയുകയാണ്. അവരുടെ മഹിമ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഈ ബ്രഹ്മപുത്രരായ നവയോഗികളെ നോക്കിയിട്ട് പപ്രച്ഛ പരമപ്രീതഃ, വളരെ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി പപ്രച്ഛ, ചോദ്യം ചോദിച്ചു. അപ്പൊ ഇത് ശ്രുതി തന്നെ പറയില്ല, ഇവിടെ നാരദ മഹർഷി തന്നെ പറയുകയാണ് വസുദേവരുടെ അടുത്ത്. നിമിരാജൻ ഇവരുടെയൊക്കെ ഈ സൗന്ദര്യവും ഇവരുടെ തേജസ്സും എല്ലാം കണ്ടിട്ട്
വളരെ വളരെ ആനന്ദത്തോടുകൂടി അവരുടെ അടുത്ത് നിമിരാജൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വലിയൊരു സത്രം നടക്കുന്നു, അവിടെ എല്ലാവരെയും ക്ഷണിക്കാൻ അവിടെ വന്നിട്ടുള്ള അതിഥികള് അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ആ യാഗമൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് ഈ തേജസ്വികളെ കണ്ടപ്പോൾ തനിക്ക് യാഗം ചെയ്യണമെന്നോ തനിക്ക് സ്വർഗത്തിന് പോകണമെന്നോ എല്ലാം മറന്നിട്ട് നിമിരാജൻ എന്ത് ചെയ്തു? ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിവെച്ച്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിലും പ്രാധാന്യമുണ്ട് നവയോഗികൾക്ക്. അവര് വെറുതെ വരില്ല, നമ്മൾ ക്ഷണിച്ചാൽ കൂടെ അവർ വരണമെന്നില്ല. അപ്പോൾ അവര് യാദർശികമായി വന്നത് അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് ആ അനുഗ്രഹത്തിനെ മാക്സിമം മുതലെടുക്കുകയാണ് ഇവിടെ നിമിരാജൻ. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല, അവര് വരില്ല. എത്രമാത്രം നമ്മള് പുണ്യാത്മക്കളാണെങ്കിലും അവരിച്ഛിച്ചാലേ യോഗികള് അല്ലെ, നമ്മൾക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഗുരുവായൂർ പോകണമെന്ന് എത്ര ആഗ്രഹിച്ചാലും ഭഗവാൻ ഇച്ഛിച്ചാലേ നമ്മൾ അവിടെ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ മഹാത്മാക്കളെ കാണണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവരുടെ ഇച്ഛയുണ്ടെങ്കിലേ അത് സാധിക്കും. അപ്പൊ അങ്ങനെ അവര് യദൃശ്യയാ വന്നതാണ്. അതുകൊണ്ട് ആ ജ്ഞാന സാഗരം മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്തു നിമിരാജൻ? പപ്രച്ഛ പരമപ്രീത, വളരെ സന്തോഷത്തോടുകൂടി ചോദ്യം ചോദിച്ചു. എന്താണ്? പ്രശ്രയ അവനത നൃപഹ. ആര് ചോദിച്ചു? നൃപൻ. നിമിരാജൻ ചോദിച്ചു. എങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നു? പ്രശ്രയ അവനഹ, അതായത് സാഷ്ടാംഗം പ്രണമിക്കുക. ഇതിനെയാണ് പ്രശ്രയ. പ്രശ്രയ സേവ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാഷ്ടാംഗം വന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷം. അപ്പം ശരീരം കൊണ്ടുള്ള വന്ദന. ഇപ്പൊ നമ്മൾ ഒരാളെ നമസ്കരിക്കും, മുഖത്ത് ഭയങ്കര വിഷാദമാണെങ്കിലോ അങ്ങനെയല്ല, മുഖത്ത് വളരെ സന്തോഷത്തോടുകൂടി പ്രീതനായി വന്ദിച്ചു. അങ്ങനെ വന്ദനയോടുകൂടി ചോദിച്ചു, നവയോഗികളെ പ്രണമിച്ചുകൊണ്ട് ചോദിച്ചു. ഇനിയും ഇവിടെയാണ് ഇനി നമ്മളുടെ ടോപ്പിക്ക് തുടങ്ങുക. നവയോഗി സംവാദം ആരംഭിക്കുന്നത് ഇവിടെയാണ്. അതായത് ഗുരു ശിഷ്യ ചോദ്യോത്തരം തുടങ്ങുന്നത്. 9 യോഗികളും മറുപടി പറയുന്നുണ്ട്. അതിൽ ഓരോരുത്തരായിട്ട് ആദ്യം ഇവിടെ ചോദ്യം തുടങ്ങും, പിന്നെ ഓരോരുത്തരായിട്ട് മറുപടി തുടങ്ങും. മറുപടി ഇവിടെ തുടങ്ങുകയല്ല, ഇവിടെ സംവാദത്തിന്റെ ആദ്യഘട്ടം. എങ്ങനെയാണ് ഒരു സംവാദം? 2 ഭാഗത്തു നിന്നും ചോദ്യവും ഉത്തരവും വന്നാലേ അത് സംവാദമാകുള്ളൂ. അപ്പോൾ ഇവിടെ സംവാദം തുടങ്ങുകയാണ്. എങ്ങനെ തുടങ്ങുന്ന? ചോദ്യത്തിലൂടെ, അതിന് പിന്നെ മറുപടി. അങ്ങനെയാണല്ലോ സംവാദത്തിന്റെ രീതി. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ. വിദേഹ ഉവാച 28 മുതൽ 31 വരെ നിമിരാജൻ പറയുകയാണ്. മന്യേ ഭഗവത സാക്ഷാത് പാർഷദാൻ ഗോ മധു ദിഷഃ. നിങ്ങൾ എൻ്റെ കൂടെ പദം ഛേദിക്കൂ, ഞാൻ മാത്രം ഛേദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തെറ്റുപറ്റിയ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് തെറ്റുപറ്റിയ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അതൊരു ശീലമായി മാറ്റാം. വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരണിഹി മന്യേ ഭഗവത സാക്ഷാത് പാർഷദാൻ ഗോ മധു ദിഷഃ വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി മന്യേ ഭഗവത സാക്ഷാത് പാർഷദാൻ ഗോ മധു ദിഷഃ വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. നിമിരാജൻ പറയുകയാണ്, മന്യേ ഭഗവതഃ സാക്ഷാത്. മന്യേ എന്ന് വെച്ചാൽ ഞാൻ, മമാൻ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് മന്യേ. ഭഗവതഃ, അതായത് ഞാൻ കരുതുന്നത് ഈ നവയോഗികൾ ആര്? അപ്പൊ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവരെ സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലയോ നവയോഗികളെ, ഞാൻ കരുതുന്നത് നിങ്ങൾ ആരാണ്? ഭഗവതഃ സാക്ഷാത് പാർഷദാൻ. അത്രയും സംസ്കൃതം അറിയാം, അത് മലയാളം തന്നെയാണ് അല്ലേ? ഭഗവാന്റെ സാക്ഷാത് പാർഷദന്മാരാണ് നിങ്ങളെന്നാണ് ഞാൻ കരുതുന്നത് എന്ന്
സാക്ഷാത് എന്ന് വെച്ചാൽ നേരിട്ടുള്ള, വേറെ ഡിവിഷൻ ഒന്നുമില്ല. നിങ്ങൾ ഭഗവാന്റെ നേരിട്ടുള്ള അല്ലേ, ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരല്ലേ നേരിട്ട്, പിന്നെയാണ് താഴേക്ക് വരിക. അതുപോലെ തന്നെ ഭഗവാന്റെ നേരിട്ടുള്ള പാർഷദന്മാരാണ് നിങ്ങളെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് ഭഗവാന്റെ മറ്റൊരു പര്യായം പറയുകയാണ് മധുദിഷഃ അല്ലെ. മധു കൈടവ വധമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതിൽ കൂടെ ഭഗവാന്റെ ഒരുപാട് പര്യായങ്ങളുണ്ട്. ആ പര്യായത്തിൽ ഒരെണ്ണമാണിത്. ഓ മധുക്ഷിതഃ, ഭഗവാൻ വിഷ്ണുവിന്റെ ഭാഷ. അപ്പൊ ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഭഗവാന്റെ മറ്റൊരു പര്യായവും കൂടെ പറഞ്ഞിട്ട് സാക്ഷാൽ മധുദിഷഃ വിസർഗവും ഉണ്ട് അവിടെ. ഭഗവാന്റെ പാർഷദരാണ് നിങ്ങള് എന്ന് ഞാൻ കരുതുന്നു. വിഷ്ണോഹ ഭൂതാനി ലോകാന, വിഷ്ണോഹ ഭൂതാനി, വിഷ്ണുവിന്റെ ഭൂതഗണങ്ങൾ. ഇപ്പൊ ചിലര് വൈഷ്ണവ സമ്പ്രദായമാണെങ്കിൽ പാർഷദ എന്ന് വിളിക്കും, ശൈവ സമ്പ്രദായമാണ് ഭൂതഗണങ്ങൾ അല്ലെ. ഭഗവാൻ മഹാദേവന്റെ ആണെങ്കിൽ ഭൂതഗണങ്ങൾ എന്നോ, നന്ദിയും മൃഗീനെയൊക്കെ നമ്മള് കേട്ടിട്ടില്ല, ഭൂതഗണങ്ങൾ. ഭഗവാൻ വിഷ്ണുവിന്റെ ആണെങ്കിൽ പാർഷദൻ എന്നാണ് പറയുക. അപ്പം ഇവിടെ ആരും ആയിക്കോട്ടെ, ഇപ്പൊ ഇനി ശൈവർക്ക് എന്താ പറയുക, നവയോഗി അല്ല നിമിരാജനോട് വിരോധം വേണ്ട, അല്ലെങ്കിൽ വിഷ്ണു ഭക്തർക്കും വിരോധം വേണ്ട, രണ്ടും കൂടെ ചേർത്ത് പറയുകയാണ്. നിങ്ങൾ ഭഗവാന്റെ ഭൂതഗണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ പാർഷദരോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കരുതുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പാർഷദനായിട്ടോ ഭഗവാന്റെ ഭൂതഗണങ്ങളായിട്ടോ ഞാൻ കാണുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്തുതിച്ചത്? പാവനായ ചരന്തിഹി, നിങ്ങള് ചരിക്കുമ്പോഴൊക്കെ, നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ, ഈ നവയോഗികൾ ഒരുമിച്ച് പോവുള്ളൂ, അവരെവിടെ പോയാലും ആ സ്ഥലമൊക്കെ പാവനമായി മാറും, പുണ്യമായി മാറും. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ അംശമാണ് നിങ്ങൾ, ഭഗവാന്റെ ഭൂതഗണങ്ങൾ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു, തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത്. അപ്പൊ ഭഗവാൻ വന്നതിന് തുല്യമായിട്ടാണ് നിമിരാജൻ ഈ 9 പേര് വന്നതും കാണുന്നത്. അല്ലെ ഒരിക്കലും നമ്മൾ ഒരു പ്രാധാന്യമില്ലാത്ത ഒരാൾ വന്നാൽ ഒരിക്കലും യാഗവും സത്രവും ഒന്നും നിർത്തിവെക്കില്ല. അപ്പം ഭഗവാൻ തന്നെ നേരിട്ട് വന്നതായാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വീണ്ടും വിശേഷണം തുടരുകയാണ്. ചോദ്യത്തിലേക്ക് പ്രവേശിച്ചില്ല, വീണ്ടും സ്തുതിക്കുകയാണ് അടുത്തുള്ള ശ്ലോകങ്ങളിലെല്ലാം. ദുർലഭോ മാനുഷോ ദേഹഃ ദേഹിനാം ക്ഷണഭംഗുരഃ തത്രാഭി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. എന്ത് ഭംഗിയുണ്ട് എല്ലാരും പദം ചെയ്യിക്കുമ്പോൾ കേൾക്കാൻ. ദുർലഭോ മാനുഷോ ദേഹഃ ദേഹിനാം ക്ഷണഭംഗുരഃ തത്രാഭി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ദുർലഭോ മാനുഷോ ദേഹഃ ദേഹിനാം ക്ഷണഭംഗുരഃ തത്രാഭി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ദുർലഭോ, ദുർലഭം, മാനുഷോ ദേഹഃ, അതായത് മനുഷ്യന്റെ ശരീരം, ദേഹഃ ദേഹിന, അതായത് മനുഷ്യ ശരീരം കിട്ടുക എന്നത് തന്നെ ദുർലഭമാണ്. അതെവിടെയാ പറയുന്നേ? വെരി ഗുഡ്. എന്തായിരുന്നു ആ ശ്ലോകം ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സിന്ധൂനാം നരജന്മ അദപുംസ്തം തതോ വിഭ്രത തസ്മാദ് വൈദിക ധർമ്മമാർഗപരഃ വിദ്ധത്തമസ്മാത് പരം. ഭഗവാൻ ശങ്കരാചാര്യജി പറഞ്ഞിട്ടുണ്ട്. പല മതക്കാരും പലവരും പറയും ഭഗവാൻ ശങ്കരാചാര്യജി ഭാഗവതം കോട്ട് ചെയ്യാറേ ഇല്ല. അപ്പം ഭാഗവതം എന്നത് ഭഗവത്പാദർക്ക് ശേഷം രചിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന് നമുക്ക് ഉത്തരവുണ്ട് ഇവിടെ.
ഭാഗവതമൊക്കെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഭാഗവതി പറഞ്ഞതാണ് ഈ കാര്യം. എന്ത്? മനുഷ്യ ശരീരം ലഭിക്കുക എന്നത് വളരെ റയമാണ്, വളരെ ദുർലഭമാണ്. എന്നിട്ട് അത് മാത്രമല്ല, അതിന് ശേഷം പറയുകയാണ് ദേഹിനാം ക്ഷണഭംഗുരം. ഈ മനുഷ്യ ശരീരം കിട്ടിയാലും അത് നശിക്കാനായിട്ട് ക്ഷണനേരം, അല്പനേരം മതി. നമ്മൾ വിചാരിക്കും 100 വയസ്സെന്നൊക്കെ, പക്ഷെ അത് വളരെ ചെറിയൊരു കാലഘട്ടമാണ്. അതല്ലേ നമുക്ക് തന്നെ അറിയാം. ഇതിനെക്കുറിച്ച് വിസ്തരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമോ ഇല്ലയോ അല്ലേ? എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ച് പോകാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് ദേഹിനാം ക്ഷണഭംഗുരം. ഇത് ഈ എന്താ പറയുക, മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് കാറ്റത്ത്, എപ്പോൾ വേണമെങ്കിലും അത് അണയാം. തത്രാപി ദുർലഭം മന്യേ, അതിലും ദുർലഭമാണെന്ന് മഹാത്മാക്കളെ കാണാൻ സാധിക്കുക അല്ലേ? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം എന്ന് ഭഗവത്പാദർ പറഞ്ഞത് തന്നെ ഇവിടെ പറയുകയാണ്. തത്രാപി ദുർലഭം മന്യേ. ഇപ്പം നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയായിട്ടും കാര്യമില്ല, ആ മനുഷ്യ ശരീരം കിട്ടിയിട്ടും മഹാത്മാക്കളെ കാണാൻ സാധിക്കുന്നത് അതിലും ദുർലഭമാണ്. അതാണ് തത്രാഭി ദുർലഭം മന്യേ. അപ്പൊ നമ്മൾ എത്രമാത്രം എന്താ പറയാ സമ്പന്നരാണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. നമുക്ക് മനുഷ്യ ജന്മം കിട്ടി, മഹാത്മാക്കളുടെ ദർശനം, അവരുടെ എന്താ പറയാ അധ്യാപനം എല്ലാം നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ആ പരമ്പരയിലൂടെ. അപ്പൊ നമ്മള് ആരാണ്? പുണ്യാത്മാക്കൾ തന്നെ. എന്നിട്ട് അതിന് വീണ്ടും ഇപ്പം ഈ നവയോഗികള് ആരെന്ന് ഇവിടെ പറയുന്നു? മഹാത്മാക്കള്. അതുകൊണ്ടാണ് ഈ 9 പേരെയും എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ പുണ്യമായി ഞാൻ കരുതുന്നു. അവസാനത്തെ വരിയിൽ പറയുന്നു വൈകുണ്ഠ പ്രിയദർശനം. ഇവര് വൈകുണ്ഠത്തു നിന്ന് വന്നവരാണ്. അപ്പൊ നിങ്ങള് ഭഗവാൻ മഹാദേവന്റെ ഭക്തരാണ്, നിങ്ങൾ വിഷമിക്കരുത്. അവര് ഇനി കൈലാസത്തിൽ പോകാതെയാണോ വന്നത്? എല്ലായിടത്തും പോകാനുള്ള ആ കഴിവ് അവർക്കുണ്ട്. ഇവിടെ വൈകുണ്ഠം എന്നാൽ നമ്മൾ സാകേതം അതിൽ ഉൾപ്പെടുത്തണം, കൈലാസം ഉൾപ്പെടുത്തണം, നമ്മൾ എല്ലാറ്റിനെയും ഇവിടെ ഉൾപ്പെടുത്തണം. കാരണം ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ ദർശിക്കുക എന്നത് ഏറ്റവും പ്രിയമാണ്. വൈകുണ്ഠ പ്രിയ ദർശനം, നിങ്ങളുടെ ദർശനം എനിക്ക് ഏറ്റവും പ്രീതി ഉണ്ടാക്കി, സന്തോഷത്തിനെയാണെന്നല്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ യാഗം പോലും നിർത്തിവെച്ചത്. എനിക്ക് യാഗത്തിൽ നിന്നും ലഭിക്കാവുന്ന പുണ്യത്തിനേക്കാളും 100 ഇരട്ടിയാണ് നിങ്ങളുടെ ദർശനത്തിലൂടെ കിട്ടിയത് എന്ന് സ്തുതിക്കുന്നു നിമിരാജൻ നവയോഗികളെ. അതുകൊണ്ട് വീണ്ടും ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അതാ ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ ഭവതഃ അനഘ. അല്ലേ? ഒരു എഫ് എന്നൊരു ചിഹ്നമില്ല, അത് ആയാണ്. ഭവതോ അനഘാഹ സംസാരോ അസ്മിൻ ക്ഷണാർത്ഥഃ അപി സത്സംഗ സേവധർമ്മണാം. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ സംസാരോസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗ സേവധർമ്മണാം. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖാഹ സംസാരോസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗ സേവധർമ്മണാം. അതഹ, അതഹ എന്ന് വെച്ചാൽ ആയതിനാൽ, അതായത് നിങ്ങളുടെ ദർശനം കിട്ടിയത് വളരെ പുണ്യമാണ്. അതുകൊണ്ട് ആ ദർശനത്തിനാൽ, ദർശന പുണ്യഭാഗ്യത്തിനാൽ, അതഹ ആത്യന്തികം ക്ഷേമം പൃച്ഛാമഹ ഭവതഃ അനഘാഹ. നിങ്ങൾ അനഘരാണ്. അനഘർ എന്ന് വെച്ചാൽ പാപമില്ലാത്തവരെയാണ് അനഘം. ഖം എന്ന് വെച്ചാൽ പാപം, ആ നഖം എന്ന് വെച്ചാൽ പാപമില്ലാത്തവർ. നിങ്ങൾ
പുണ്യാത്മാക്കളാണ്, ഒരിക്കലും പാപം ചെയ്യാത്തവരാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ബ്രഹ്മപുത്രരാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചു. ആ അനഘരായ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. പൃച്ഛാമഹ, ഞാൻ ചോദിക്കാൻ പോകുന്നു. എന്താണ് ചോദിക്കുന്നത്? ആത്യന്തികം ക്ഷേമം, അതായത് എല്ലാവർക്കും ക്ഷേമമായിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകണം. അപ്പൊ എല്ലാവരുടെയും നല്ലത്, അതായത് അബ്സല്യൂട്ട് ഗുഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു. അല്ലെ, ശ്രേയസ്സിന് വേണ്ടി, എല്ലാവരുടെയും ശ്രേയസ്സിന് വേണ്ടി ഞാൻ ചോദിക്കും. പൃച്ഛാമഹ, അഹം പൃച്ഛാമഹ. അപ്പം നിമിരാജൻ പറയുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നു. ആ എന്താണ് എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നത്? അത്യന്തികം ക്ഷേമം. ഞാൻ അത്യന്തികമായ ക്ഷേമത്തിനെ, ശ്രേയസ്സിനെ ഞാൻ ചോദിക്കുന്നു. ഇത് പറയുന്നു, സംസാരോസ്മിൻ, സംസാരോ അസ്മിൻ, അല്ലെങ്കിൽ സംസാരേ അസ്മിൻ ക്ഷണാർത്ഥഃ അപി സത്സംഗ ക്ഷേവധിർനൃണാം. അതായത് ഈ ജീവിതത്തില് സത്സംഗം കിട്ടുക എന്ന്, ഇപ്പം അല്പമെങ്കിലും, ക്ഷണാർത്ഥഃ അപി, കുറച്ചെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും സത്സംഗത്തിൽ ഇരിക്കാൻ സാധിക്കുക എന്നത്. സത്സംഗ ക്ഷേവധിർനൃണ, ആര്? നൃണന്മാര്, മനുഷ്യര് അല്ലെ. നൃണം എന്ന് വെച്ചാൽ മരിക്കുന്നവര്, മനുഷ്യര്. മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശ്രേയസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്ഷേമം എന്ന് പറയുന്നത് സത്സംഗമാകുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആർക്ക്? സംസാരഃ അസ്മി. സംസാരം എന്ന് വെച്ചാൽ ദുഃഖം അല്ലെ, ജനിമരണം അല്ലെ, വീണ്ടും ജനിക്കുക, അതാണ് അല്ലെ സംസാരം. ആ സംസാരികൾക്ക്, ദുഃഖിക്കുന്നവർക്ക് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് സത്സംഗം ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അല്ല നിങ്ങളോട് സത്സംഗത്തിനെ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്സംഗം പറഞ്ഞാലും എന്ന് പറയുകയാണ്. ഏറ്റവും പാപമാണ് നമ്മളിപ്പം ഹോമം ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതവിടെ ഇട്ടിട്ട് പോരുക എന്നുള്ളത്. പുണ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പുണ്യവും നശിക്കും, അതോടൊപ്പം പാപവും വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അതിലും 100 ഇരട്ടി പുണ്യമാണ് സത്സംഗം കിട്ടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതാണ് വേണ്ടത് എന്ന് നിമിരാജൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഹോമം ചെയ്ത് അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, എൻ്റെ രാജ്യത്തിന് ഒരു ക്ഷേമവും വേണ്ട, എല്ലാവർക്കും കിട്ടാവുന്ന ആത്യന്തികമായ ക്ഷേമം സത്സംഗമാണ്. അതുകൊണ്ട് നിങ്ങളെ പറ്റിയ അവസരമാണിത്. നിങ്ങളെ കിട്ടുന്നത് വളരെ ദുർലഭമായതുകൊണ്ട് ആ അവസരം ഞങ്ങൾ മുതലെടുക്കുന്നു. ഞങ്ങൾക്ക് സത്സംഗം നൽകിയാലും. എങ്ങനെയുള്ള സത്സംഗത്തിനെ? അതാണ് അടുത്തത് ചോദിക്കുന്നത്. ധർമാൻ ഭാഗവതാൻ ബ്രൂത യഥിന സൂയതേ ക്ഷമം യേഹി പ്രസന്നഃ പ്രപന്നായ ദാസ്യത്യാത്മാനം. ഒരുമിച്ച് ചൊല്ലാം. ധർമാൻ ഭാഗവതാൻ ബ്രൂത യഥിന സൂയതേ ക്ഷമം യേഹി പ്രസന്നഃ പ്രപന്നായ ദാസ്യത്യാത്മാനം. ഒന്നുകൂടെ. ധർമാൻ ഭാഗവതാൻ ബ്രൂത യഥിന സൂയതേ ക്ഷമം യേഹി പ്രസന്നഃ പ്രപന്നായ ദാസ്യത്യാത്മാനം. ധർമാൻ ഭാഗവതാൻ ബ്രൂത. ബ്രൂത എന്ന് വെച്ചാൽ പഠിപ്പിക്ക വേണം. യു ഹാവ് ടു ടീച്ച്, യു ഷുഡ് ടീച്ച്, അങ്ങനെ നമ്മൾ പറയില്ല. അതിനാണ് ബ്രൂത. അതായത് വേറൊന്നും എനിക്ക് കേൾക്കണ്ട, ഇതാണ് കേൾക്കേണ്ടത്, ഇതാണ് നിങ്ങൾ പഠിപ്പിച്ച് നൽകേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു നൽകേണ്ടത്. എന്തിനെ കുറിച്ച്? ബ്രൂത. എന്തിനെ കുറിച്ച്? ധർമാൻ ഭാഗവതാൻ. സത്സംഗം തന്നെ, കറക്റ്റ്. ധർമാൻ ഭാഗവതാൻ, ഭാഗവത ധർമ്മത്തിനെ,
കാരണം വസുദേവര് ചോദിച്ചത് നാരദ മഹർഷിയോട് ഇതേ ചോദ്യമാണ്. അത് നിമിരാജൻ ഇവിടെ നവയോഗികളോട് ചോദിക്കുന്നു. ഭാഗവതാൻ ധർമാൻ ബ്രൂത, എനിക്ക് ഭാഗവത ധർമ്മത്തിനെ പറഞ്ഞു നൽകിയാലും. എന്നിട്ട് വീണ്ടും പറയുന്നു, യഥിനഃ ശ്രൂയതേ ശ്രുതയേ ശമം. യഥീനഃ ശ്രുതയേ ക്ഷമം, ഞങ്ങൾക്കെല്ലാവർക്കും. നിമിരാജൻ പറയുന്നു ഞങ്ങൾക്ക്. യഥീനഃ, നഹ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അല്ലെ, സഹനാവതു അല്ലെ, നഹ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക്. യഥീനഃ ഞങ്ങൾക്കെല്ലാവർക്കും. ശ്രുതയേ ക്ഷമം, ക്ഷമം എന്ന് വെച്ചാൽ യോഗ്യത, അധികാരം, ക്വാളിഫിക്കേഷൻ എന്നാണ് ക്ഷമം എന്നതിന് ഇവിടെ അർത്ഥം. ശ്രുതയേ അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നിമിരാജന്റെ ആ സത്രത്തിലിരിക്കുന്ന ദേവതകൾക്ക്, ഹൃദ്ദിക്കുകൾക്ക്, മഹർഷിമാരിരിപ്പുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരിരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ. അവർക്കെല്ലാം ആരൊക്കെ ആ സത്രത്തിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാവർക്കും. അപ്പം അദ്ദേഹം എത്ര വിശാല മനസ്കനാണെന്ന് നോക്കൂ. നിമിരാജൻ എനിക്ക് വേണ്ടിയല്ല ചോദിച്ചു. നിമിരാജന് വേണമെങ്കിൽ ചെയ്യായിരുന്നു, നിമിരാജന്റെ അന്തഃപുരത്തിലേക്ക് ഈ നവയോഗികളെ കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ രാജധാനിയിലിരുന്ന് ചോദ്യം, അതൊന്നും ചെയ്തില്ല, ഒറ്റയ്ക്ക് ചെയ്തേയില്ല. ആരൊക്കെ ആ സത്രത്തിൽ ഇരിപ്പുണ്ടോ അവരെല്ലാം കേൾക്കണം. ഞാൻ മാത്രം കേട്ടാലോ എനിക്ക് മാത്രം സുഖം അനുഭവിക്കുകയേ വേണ്ട. ഈ സത്രത്തിൽ ആരൊക്കെ പങ്കെടുത്തോ അവർക്കെല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം? ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മത്തിനെ പഠിപ്പിച്ചു നൽകിയാലും. കാരണം സത്രത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ അധികാരികളാണ് അല്ലേ? ആരൊക്കെ ഈ യാഗത്തിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ യോഗ്യത, ക്ഷമം, അവരൊക്കെ യോഗ്യര് തന്നെയാണ്, അധികാരികൾ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് സത്രത്തിൽ വരാൻ സാധിക്കുക, യാഗഭൂമിയിലേക്ക്, യജ്ഞഭൂമിയിലേക്ക് വരാൻ സാധിക്കും. അപ്പം അവർ വന്നെങ്കിൽ അതിനർത്ഥം അധികാരമുള്ളവരാണ്. അതുകൊണ്ട് എന്നോട് പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഭാഗവത ധർമ്മത്തിനെ പറഞ്ഞാലും. എന്നിട്ട് യേഹി പ്രസന്നഃ പ്രപന്നായ, അവരൊക്കെ ഈ വന്നിരിക്കുന്നവരൊക്കെ പ്രസന്നരാവട്ടെ എന്ന്, അവർക്കും ആനന്ദമുണ്ടാകട്ടെ, അവരൊക്കെ അധികാരികളായി. ഏഹി എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന എല്ലാ സത്രവാസികൾക്കും അവർ പ്രസന്നരാകട്ടെ. എങ്ങനെ? പ്രപന്നായ, നിങ്ങളിൽ ശരണാഗതരായിക്കൊണ്ട്, അതായത് നിങ്ങളുടെ ഈ മറുപടി കേട്ടുകൊണ്ട്, ഭാഗവത ധർമ്മം കേട്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാകട്ടെ, ഞങ്ങളെല്ലാവരും പ്രസന്നരാവട്ടെ. എന്നിട്ട് പറയുന്നു, വീണ്ടും പറയുന്നു, ദാസ്യതി ആത്മാനം, ഞങ്ങള് വിനീതമായിട്ട്, ദാസ്യർ എന്ന് വെച്ചാൽ ഇവിടെ ആ വിനയത്തിനെ കാണിക്കുകയാണ് അല്ലേ? ഞങ്ങള് നവയോഗികളെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ദാസരായി ഇവിടെ ഇരിക്കാവുന്ന, ഞങ്ങൾ ഇവിടെ ദാസ്യർ എന്ന് വെച്ചാൽ ശിഷ്യരായിക്കൊണ്ടിരിക്കാം ഞങ്ങളെല്ലാവരും. ആത്മാനം, നമ്മൾ എല്ലാവരും ശിഷ്യരായിരിക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് ഭാഗവത ധർമ്മത്തിനെ ബ്രൂത പറഞ്ഞാലും എന്ന് പറയും. അങ്ങനെ ഈ സംഭാഷണം അവിടെ നടക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നാരദ മഹർഷിയും വസുദേവരും വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു അവിടെ. കാരണം മറന്നു പോകരുതോ, ആദ്യം നമ്മൾ കഥ തുടങ്ങിയത് നാരദ മഹർഷിയും വസുദേവരും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അതിൽ നിന്നാണ് ഉപകഥയായിട്ടാണ് നിമിരാജനും നവയോഗികളും വന്നത്. അപ്പൊ ആ മെയിൻ കഥ ഇവിടെ വിട്ടുപോകാതിരിക്കാനുള്ള ഒരു കണക്ഷനായിട്ട് 32ാമത്തെ ശ്ലോകം പറയുന്നു. ശ്രീ നാരദ ഉവാച, ആരോട് പറയുന്നു? വസുദേവരോട് പറയുന്നു. ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാഹ പ്രതിപൂജ്യ ബ്രുവൻ പ്രീത്യ സസദസി ഹൃദ്വിജം നൃപം. സസദസി അങ്ങനെയാണ് വാക്ക് കേട്ടോ. സസദസി
ഹൃദ്വിജം നൃപം. ഒരുമിച്ച് വായിക്കാം. ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാഃ പ്രതിപൂജ്യ ഭുവൻ പ്രീത്യ സസദസ്സി ഹൃദ്വിജം നൃപം. ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാഃ പ്രതിപൂജ്യ ഭുവൻ പ്രീത്യ സസദസ്സി ഹൃദ്വിജം നൃപം. വസുദേവ കണ്ടില്ലേ, രണ്ടാമത്തെ വരിയില് വസുദേവ, അല്ലയോ വസുദേവരെ. ഇപ്പൊ നാരദ മഹർഷി പറയുന്നത് കൊണ്ട് വസുദേവരോട് ആയിക്കൊണ്ട് പറയുന്നു, അല്ലയോ വസുദേവരെ. ഏവം തേ നിമിനാ പൃഷ്ടം, ഈ വിധത്തിൽ. നിമിനാ പൃഷ്ടം, നിമിരാജൻ ചോദിച്ചത്. ഏത് വിധത്തില്? വളരെ ദാസ്യഭാവത്തോടു കൂടി നിമിരാജൻ ചോദിച്ചത് എന്താണ്? ഭാഗവത ധർമ്മത്തിനെ ആവുന്നു. അതെല്ലാം ഈ വിധം ഭാഗവത ധർമ്മത്തിനെ നിമിരാജൻ ചോദിച്ചു. അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, വസുദേവർ ഒറ്റയ്ക്കാണ്, വസുദേവര് തനിച്ച് ചോദിച്ചു. പക്ഷെ നിമിരാജൻ എല്ലാവർക്കും വേണ്ടി ചോദിച്ചു. അതുകൊണ്ട് ആരോട് ചോദിച്ചു? മഹത്തമാഹ. ഇത് നവയോഗികൾക്കുള്ള വിശേഷണമാണ്. നവയോഗികളും മഹാത്മാക്കളായതുകൊണ്ട് അവരുടെ ദർശനം കിട്ടിയപ്പോഴേ നിമിരാജൻ സത്രമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭാഗവത ധർമ്മത്തിനെ ചോദിച്ചു. എന്നിട്ട് ഇവര് എന്ത് ചെയ്തു? ഈ നവയോഗികളെ ആദ്യം ആ സൂര്യപ്രകാശത്തോടു കൂടി വന്നപ്പോൾ സത്രത്തിലുണ്ടായിരുന്നവരൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ചു എന്ന് നമ്മൾ കണ്ടല്ലോ. ഈ നവയോഗികളും തിരിച്ച് അതുപോലെ വന്ദിച്ചു എന്ന് പറയുകയാണ് അടുത്തതില്. പ്രതിപൂജ്യ, പ്രതിപൂജ എന്ന് വെച്ചാൽ തിരിച്ചു വന്ദിച്ചു എന്ന്. പ്രതിപൂജ, പൂജനം ചെയ്തു തിരിച്ച്. അപ്പം നവയോഗികളും അവിടെയുള്ള സത്രത്തിലുള്ള എല്ലാവരെയും തിരിച്ചു വന്ദിച്ചു. അപ്പം നമ്മൾ ഒരാളെ നമസ്കരിക്കുമ്പോൾ തിരിച്ച് അവര് നമ്മളെയും നമസ്കരിക്കും. അത് കാരണം എന്താ? ഒരു മഹത്വ ബുദ്ധി കൽപ്പിക്കുന്നത് കൊണ്ടല്ലേ. അപ്പം ഞാൻ നിങ്ങളെ വന്ദിക്കുന്നു, നിങ്ങൾ തിരിച്ചു. അപ്പൊ അതുപോലെ തന്നെ നവയോഗികളെ ആ സത്രത്തിൽ കൂടിയിരുന്നവരൊക്കെ വന്ദിച്ചു. നവയോഗികളും തിരിച്ച് അവരെ എല്ലാവരെയും വന്ദിച്ചു. കാരണം അവര് മഹത്തമാവ, അവര് അവിടെ കൂടിയിരിക്കുന്നവരെയൊക്കെ മഹാത്മാക്കളായിട്ടാണ് കണ്ടത്. അല്ലെങ്കിൽ അവര് മഹാത്മാക്കളായതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്നവരെയൊക്കെ ഈശ്വരാംശമായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ പ്രീത്യ, നവയോഗികളും പ്രീതരായെന്ന്. കാരണം ഇങ്ങനെ ഒരു സത്രം നടത്തുന്നത് ദുർലഭമാണ് അല്ലെ. ഇപ്പോഴത്തെ കാലത്ത് നമ്മള് സത്രം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്താണ് സത്രം നടത്തുന്നത്. അത് കാണാൻ സാധിക്കുന്നതും ഒരു ജന്മത്തില് ഒരു തവണയെങ്കിലും സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ച നമ്മളുടെയൊക്കെ ഭാഗ്യം. അപ്പം സത്രത്തിൽ പങ്കെടുക്കുക എന്നതും പുണ്യമാണ്. അപ്പം ആ പുണ്യാത്മാക്കളാണ് കൂടിയിരിക്കുന്നതെന്ന് നവയോഗികൾക്കും അറിയാം. അതുകൊണ്ട് നവയോഗികള് തിരിച്ചും വന്ദനം നടത്തി. എന്നിട്ട് അബ്രുവൻ, പ്രതിപൂജ അബ്രുവൻ പ്രീത്യ, ഇവര് പ്രീതരായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി വന്ദിച്ചു അല്ലെ. നമ്മുടെ വലിയ ആളുകൾ വന്നാൽ അവര് നമ്മളെ തിരിച്ച് വന്ദിക്കണമെങ്കിൽ അവര് മഹാത്മാക്കളാണെങ്കിലേ വന്ദിക്കും. അതുകൊണ്ട് പ്രതിപൂജ്യ അബ്രുവൻ, ഈ വന്ദനത്തിന് ശേഷം പ്രീതരായിട്ട് ധർമാൻ ഭാഗവതാൻ ബ്രൂത എന്ന് നമ്മൾ കണ്ടല്ലോ. ഭാഗവത ധർമ്മത്തിനെ ചോദിച്ചോളൂ എന്ന്. ആ ചോദ്യത്തിന് ഓരോന്നായിട്ട് മറുപടി പറഞ്ഞു. അതാണ് അബ്രുവൻ. അബ്രുവൻ എന്ന് വെച്ചാൽ മറുപടി പറയുക. ഓരോന്നിനായിട്ട് വൺ ബൈ വൺ ആയിട്ട് മറുപടി പറയാൻ തുടങ്ങി. ആർക്ക്? സദസി, സദസി. എങ്ങനെയാണ്? അതാണ് ഞാൻ പറയാം, രണ്ട് സായ ഉണ്ടാ പറയുന്നത്. സദസി, അതായത് ആ സദസ്സിൽ. ആദ്യത്തെ സ എന്ന് വെച്ചാൽ അത്, സദസി, ആ സദസ്സിലുള്ളവരോടായിട്ട്. വേറെ എവിടെയെങ്കിലും പോയല്ല മറുപടി പറയുക. ആ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നവയോഗികള് മറുപടി പറഞ്ഞു. എന്നിട്ട് ഹൃദ്വിജം നൃപ, അവിടെ ഇരിക്കുന്ന ഹൃദ്വിക്കുകളെയും ഉൾപ്പെടുത്തിയത്. അതായത്
ഹൃദ്ദിക്കുകൾ എന്ന് വെച്ചാൽ യാഗം ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ഹോമാഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന ആ എന്താ പറയാ ആളുകളെയാണ്, കർമ്മ ചെയ്യുന്ന ആ ആചാര്യന്മാരെയാണ് ഹൃദ്ദിക്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഒരു ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗണപതി ഹോമം നടത്താൻ ഒരാളെ വിളിക്കുമല്ലോ, അതാരാണോ ആ ഹോമം നടത്തുന്ന ആ ആചാര്യൻ. ഇപ്പൊ ഒരുപാട് പേരുള്ളപ്പോൾ വലിയ സത്രമാകുമ്പോൾ 108 ഹൃദ്ദിക്കുമെങ്കിലും മിനിമം വേണം. അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഇവിടെ ഹൃദ്ദിക്കുക. അപ്പൊ അവർക്ക് എല്ലാവരെയും ഹൃദ്ദിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. ഹൃദ്ദിക്കുകളുണ്ട്, പിന്നെ ദേവതകളുണ്ട്, യജമാനനുണ്ട്, പിന്നെ സത്രത്തിൽ കൂടിയിരിക്കുന്ന രാജ്യത്തുള്ള എല്ലാവരെയും ഉണ്ട്. അപ്പൊ അവരെ എല്ലാവർക്കും വേണ്ടി അഭ്രുവൻ ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ തുടങ്ങി. ആര്? നവയോഗികൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചോദ്യത്തിന്റെ മറുപടി. ഇവിടെയാണ് നവയോഗി സംവാദത്തില് നവയോഗികള് ഉത്തരം പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ചോദ്യം അവസാനിച്ചു. ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു, ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഇത്രയേ ഉള്ളൂ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിനെ വിസ്തരിക്കുകയായിരുന്നു 32 വരെ. അപ്പൊ വെറുതെ അല്ല ചോദ്യം ചോദിച്ചത്, ആ ചോദ്യം പറയാൻ അവർക്ക് കഴിവുണ്ട് നവയോഗികൾക്ക്, അതുകൊണ്ട് അവരെ സ്തുതിച്ചത്. ഇനിയും നമ്മള് കവി എന്ന യോഗി നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് 9 പേരുടെയും പേര് കണ്ടിരുന്നു. ഏതാ ശ്ലോകം നമ്പർ 21-ല് 21ാമത്തെ ശ്ലോകത്തില് കവി, ഹരി, അന്തരീക്ഷം, പ്രബുദ്ധ, പിപ്പലായ, ആവിർഹോത്ര, ധ്രുമിള, ചമസ, ഹരപാചക, ഇതാണ് 9 പേര്. അപ്പൊ അതിലാരാണ് ആദ്യം? കവി. അപ്പൊ അദ്ദേഹം തന്നെ ഒന്നാമതായിട്ട് മറുപടി പറയുന്നു. ഭാഗവത ധർമ്മത്തില് ആദ്യം പറയാൻ പോകുന്നത് ഭയത്തിനെ എങ്ങനെ മറികടക്കാം, അതാണ് ഭാഗവത ധർമ്മം. ആദ്യമായിട്ട് കവി എന്ന മഹർഷി അല്ലെ, നവയോഗികളിൽ പ്രഥമമായി വരുന്നത് കവി. യോഗി, യോഗി എന്നോ മഹർഷി എന്നോ എന്ത് വേണേലും വിളിക്കാം. കവി എന്ന് വെച്ചാൽ ക്രാന്തദർശി എന്നാണ്. എല്ലാറ്റിനെയും സൂക്ഷ്മമായിട്ട്, അത് ഭൗതിക വിദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അധ്യാത്മിക വിദ്യ ആയിട്ടെ, എന്തൊരു കാര്യത്തിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയാൻ ആർക്ക് കഴിവുണ്ടോ അവരെയാണ് സംസ്കൃതത്തിൽ കവി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പാട്ട് എഴുതാൻ കഴിയുള്ളവര്, അതൊരു കഴിവ് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിന് മാത്രമായിരിക്കും കഴിവ്. കവി എന്ന് വെച്ചാൽ എല്ലാറ്റിനെ കുറിച്ചും ഭൗതികമായ വിജ്ഞാനവും ആധ്യാത്മിക വിജ്ഞാനവും സമ്പന്നതയോടുകൂടി ഉള്ളവരാരോ അവരെയാണ് കവി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജ്ഞാനി, ജ്ഞാനനിഷ്ഠൻ എന്ത് വേണമെങ്കിലും പറയും. ആ മഹർഷിയാണ് ആദ്യമായിട്ട് മറുപടി പറയുന്നത്. 33 മുതൽ 43 വരെ ഭയത്തിനെ മറികടന്നാൽ ഭാഗവത ധർമ്മത്തിനെ അറിയാൻ സാധിക്കും അല്ലേ. ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ ഭഗവാനെ അറിയുക അല്ലേ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ ഭയം ആദ്യം മാറ്റണം. എങ്ങനെ ഭയം മാറ്റാമെന്ന് നമുക്ക് അടുത്ത ആഴ്ച കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ. പൃഥിവീ സസ്യശാലിനീ. ദേശോऽയം
ദേഹിയോ